ശരി, ശ്രീ കേണൽ എസ് ഡിന്നി, ഇതിപ്പോൾ ഈ ചിത്രം ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ല എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ ഷാക്കിർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ടേ പറയുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹമാസ്, ഹിസ്ബുള്ള ഇത് ഭീകര സംഘടനയാണ് എന്ന് ഇന്ത്യ നിരോധിത സംഘടന എന്ന ഉള്ള ഗണത്തിലേക്ക് ഇന്ത്യ പെടുത്തിയിട്ടില്ല. അതും ഒരു കാര്യമാണല്ലോ. ഉടനെ തന്നെ ഈ എതിർപ്പ് വരുമ്പോൾ പറയാവുന്നത് അതാണല്ലോ, ഇന്ത്യ നിരോധിച്ച ഒരു സംഘടനയല്ല എന്ന്. അപ്പോൾ പിന്നെ അവരുടെ നേതാക്കളുടെ ചിത്രം ഉയർത്തിക്കാട്ടുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ള വാദം ഉന്നയിക്കുന്നവരുണ്ട്. അതിനുള്ള മറുപടി കേണൽ ഡിന്നി. നോക്കൂ ശ്രീ മഞ്ജുഷ്, എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ധാരണ, അതായത് ഈ ഒരു കാര്യത്തിൽ ഹമാസ് എന്നുള്ളത് ഒരു ഭീകരവാദി സംഘടന തന്നെയാണെന്നുള്ളതാണ് എന്റെ ഉറച്ചായിട്ടുള്ള വിശ്വാസം. അതിനകത്ത് യാതൊരു ആംബിഗ്യൂറ്റി ഇല്ല. കാരണം ഞാൻ 7-8 വർഷം കശ്മീരിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ്, അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഭീകരവാദത്തിനെ വളരെ അടുത്ത് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ ഭവിഷ്യത്വം എത്രമാത്രം ഒരു ഭയാനകമാണെന്ന് അവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് അവിടുത്തെ ആളുകളാണ്. ആ ആളുകളും സൈനികരും അനുഭവിച്ചിട്ടുള്ളത് നേരിട്ട് കണ്ട എന്നുള്ള വ്യക്തിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഭീകരവാദമാണ്. അതിനകത്ത് നല്ല ഭീകരവാദമൊന്നും ചീത്ത ഭീകരവാദമൊന്നും കുറച്ച് ഭീകരവാദമൊന്നും അങ്ങനൊന്നുമില്ല. ഭീകരവാദമാണ്. ഇനി ഹമാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ഫെബ്രുവരി 5-ാം തീയതി ശ്രീ മഞ്ജുഷ്, ഈ ഫെബ്രുവരി 5-ാം തീയതി ഹമാസിന്റെ നേതാക്കൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ റാവൽകോട്ടില് ലഷ്കർ എ തോയ്ബയും ജയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ഒരു റാലി, അതായത് ബൈക്ക് റാലി ആൻഡ് ഹോഴ്സ് കുതിരയുടെ ഉള്ള റാലിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഈ ഹമാസ് പോലത്തെ ഒരു സംഘടന എന്തുകൊണ്ടാണ് ലഷ്കർ എ തോയ്ബ പോലത്തെ സംഘടനയായിട്ട് നിൽക്കുന്നത്? ലഷ്കർ എ തോയ്ബയെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു രണ്ടഭിപ്രായമില്ലല്ലോ. ജയ്ഷെ മുഹമ്മദിനെ കുറിച്ച് നമുക്ക് രണ്ടഭിപ്രായമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അവരുടെ ഒരു ക്യാമ്പിൽ പോവുക, അവിടെ പോയിട്ട് അവരുമായിട്ട് കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഹമാസിനെ സംബന്ധിച്ചോളം അവര് ഭീകരവാദം ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ട് എടുത്തിട്ടുള്ള വ്യക്തികളാണ്. നമ്മുടെ നാട്ടിൽ പലരും തെറ്റിദ്ധരിക്കുന്നത് ഹമാസ് എന്ന് വെച്ചാൽ പലസ്തീനിയൻ ആണെന്നാണ്. ഞാൻ പറയുന്നത് പലസ്തീനിയൻസ് വേറെയാണ്. എന്നെ സംബന്ധിച്ചോളം ഹമാസ് ആണ് ഈ പലസ്തീനിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയിട്ട ആളുകൾ. അവരാണ് ഈ പലസ്തീൻ ഇപ്പോഴത്തെ ഇത്രയും ഈ ഒരു ഇസ്രായേലിനെ ഇതേ രീതിയിൽ ഒരു നരനായാട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അവരെ ചെയ്യിക്കാൻ ഒരു സ്ഥിതി ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഹമാസ് തന്നെയാണ്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു 1400 പേരെ നിങ്ങൾ പോയി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുവന്ന് അവരെ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്ന് അറിയാം. കിട്ടുമെന്ന് മാത്രമല്ല, എന്നിട്ട് അവരൊന്ന് ഒളിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽസിലും ക്യാമ്പ്സിലുമാണ്. അപ്പം തീർച്ചയായിട്ടും സ്വന്തം ആളുകളുടെ നോക്കാതെ അവരെടുത്ത നടപടി ഹമാസ് തന്നെയാണ് ഇതിനകത്ത് നമ്പർ 1 കൾപ്രിറ്റ്. നമ്പർ 2 മാത്രമേ ഉള്ളൂ ഇസ്രായേൽ വരുന്നത്. ഇസ്രായേൽ ചെയ്തത് ഒട്ടും ഞാൻ ന്യായീകരിക്കുന്നില്ല. അവർ ഒരു ജനതയെ മൊത്തവും ഒരു വാർ ക്രൈം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നേരത്തെ ശ്രീ രാഹുൽ ഈശ്വരും എനിക്ക് തോന്നുന്നു മറ്റു പലരും പറഞ്ഞ അതിനകത്തുള്ള പൊളിറ്റിക്കലുള്ള ആംഗിളൊക്കെ കാണും. അവർ അതിനകത്ത് ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളത്, അതായത് എന്താണ് അവർ ചെയ്യാനുള്ളത് അതിൽ വലിയ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തർക്കമില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ ഇതെല്ലാം നടക്കുന്ന ഭാരതത്തിൽ നിന്ന് വളരെ ദൂരമുള്ള ഒരു രാജ്യത്താണ്. ഞാൻ എന്റെ സുഹൃത്തെടുത്ത് ചോദിക്കട്ടെ, ഇതേ രീതിയിൽ ഹമാസിനെ കുറിച്ച് സൗദി അറേബ്യയിൽ സംസാരിക്കാൻ സാധിക്കുമോ? UAE സംസാരിക്കാൻ സാധിക്കുമോ? ഇതേപോലത്തെ പോസ്റ്റർ അവിടെ കൊച്ചു കുട്ടികൾ കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ എന്തുകൊണ്ട് സാധിക്കത്തില്ല? കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഇത് നല്ലതല്ല, അവരുടെ രാജ്യത്തിനും നല്ലതല്ല, മതത്തിനും നല്ലതല്ല, അവരുടെ സമൂഹത്തിനും നല്ലതല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ യുദ്ധം നടങ്ങി ഇതുവരെ ഈ ജോർഡൻ, UAE, സൗദി അറേബ്യ, ഇതെല്ലാം ഈജിപ്ത്, ഈ ഒരു രാജ്യങ്ങളിൽ ഒരൊറ്റ പലസ്തീനിയൻസിനെ പോലും അവർ അങ്ങോട്ട് പോയിട്ടില്ല. ഒരൊറ്റ ആളെ പോലും അവർക്ക് റെഫ്യൂജി ആയിട്ട് പോലും സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർക്കറിയാം ഇതൊരു തലവേദനയാണ്, ഈ ഹമാസ് എന്ന് പറയുന്നത് തലവേദനയാണ്, അവരുടെ രാജ്യത്തിൽ പോലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഒന്നും ഒരിക്കലും ഇടപെട്ടിട്ടുള്ളതിനകത്ത്. അവര് സൗദി അറേബ്യ ഇടപെട്ട മാത്രമല്ല ഇറാനിൽ നിന്നുള്ള അറ്റാക്കിന് വേണ്ടി അവർ സപ്പോർട്ട് പോലും ചെയ്തു. അപ്പം നമുക്കറിയണം ഇന്ന് ലോകം വളരെ ദൂരെ ഈ ഒരു ഭീകരവാദത്തിന് വളരെ ഒരു വ്യത്യസ്ത നിലപാടിലൂടെയാണ് പോകുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭീകരവാദം ചീത്ത ഭീകരവാദം ഇല്ല. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും, അതിനകത്ത് സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ ഒക്കെ പോലുള്ള വ്യക്തിത്വം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നാട്ടില് നമ്മളെ കുട്ടികളെ തന്നെ ആണെങ്കിലും നമ്മൾ ആരെയാണ് ഹീറോസ് ആക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാനും വിചാരിക്കുന്നില്ല ഇത് വളരെ യാദൃച്ഛമായിട്ട് ഇങ്ങനെ വന്നതല്ല. ഇതിനു മുൻപ് ഹമാസിന് ഇവിടെ ഒരു വേദി ഒരുക്കിയിരുന്നു. അതിനു മുമ്പ് ഇവിടെ ഒരു പ്രൊഫസറിനെ കൈവെട്ടിയിരുന്നു. അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സ്ഥലം കേരളമാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയാണ് നേരത്തെ ശ്രീ ഹുസൈനെ പോലെയും ഇപ്പം ഷക്കീറിനെ പോലെയൊക്കെ ഉള്ള മെയിൻ സ്ട്രീം
പൊളിറ്റിക്സിൽ നിൽക്കുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്തം അത്രയും മാത്രം കൂടുതലാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവർ സമുദായത്തിൽ നിൽക്കുകയാണ്, ആ സമുദായത്തിന്റെ വിഷമങ്ങളും കാണണം, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണണം. അപ്പൊ അവരെ പോലുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതിന് മറുപടി ഷാക്കിറാണ് നൽകുന്നത്. ഷാക്കിർ, ഇതൊരു കുട്ടിക്കളി അല്ല. കേണൽ ഡിന്നി അത് ഉദാഹരണ സഹിതം പറയുന്നു. സൗദി അറേബ്യയിൽ ഇങ്ങനെ